CPM ഇക്കാര്യത്തിൽ അധികം കളിക്കരുത്. കേരളം ഞെട്ടിപ്പോകും. വരുന്നുണ്ട്, നോക്കിക്കോ. അതിന് വലിയ താമസം വേണ്ട. ഞാൻ പറഞ്ഞത് വൈകാറില്ല. CPM അധികം കളിക്കണ്ടെന്നും കേരളം ഞെട്ടിപ്പോകുന്ന വിവരം പുറത്തുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്റെ സംസാരം കേട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്ന് കരുതരുത്. തെരഞ്ഞെടുപ്പിനൊക്കെ ഇനിയും ഒത്തിരി കാലമുണ്ട്. അത്രയും കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ലെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇനി ക്ലോസ്ഡ് ചാപ്റ്ററാണ്. മുഖം നോക്കാതെ ഹൃദയവേദനയോടെയാണ് പാർട്ടി സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത്. സ്ത്രീപക്ഷ നിലപാടാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ മകനെതിരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. ഇതിൽ CPMന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്ക് മന്ത്രിക്കും ഉൾപ്പെടെ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം കൊടുത്തിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഹവാലയിലൂടെയും റിവേഴ്സ് ഹവാലയിലൂടെയും പണം നൽകിയെന്നാണ് ആരോപണം. അത് മറച്ചുവെക്കാനും ചർച്ചയാകാതിരിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് CPM സമരം നടത്തുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിപ്പുണ്ട്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേർ മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്ക്. ബലാത്സംഗ കേസിലെ പ്രതിയായ MLAയോട് രാജിവെക്കാൻ പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഇത്തരം ആക്ഷേപത്തിനിരയായവരെ വെച്ചുകൊണ്ട് CPM ഇപ്പോൾ നടത്തുന്ന സമരം M.V. ഗോവിന്ദനെയും മന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെയും ഹവാല ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു.